കൊല്ലവുമില്ല. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെ. ആ പ്രളയം വന്നപ്പോ അച്ഛൻ കോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നതെന്നാന്ന് ഓർമ്മയുണ്ട്. ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പൊ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലടി. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 നട തുറന്നപ്പോ കന്യയ്യപ്പനുമില്ല, ഗുരുസ്വാമിയില്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ. അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ യുക്തിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? എല്ലാ പ്രശ്നവും പരിഹരിക്കും.